പുസ്തകം കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സോടെ ആവർത്തന പുസ്തകം. ബ്രാക്കറ്റിൽ ഉടമ്പടി പുതുക്കൽ. ഉടമ്പടി പുതുക്കൽ. മോശയുടെ വിടവാങ്ങൽ. മോശയുടെ വിടവാങ്ങൽ. സന്ദേശങ്ങൾ, ചരിത്രത്തിൻ്റെ വിശദാംശങ്ങൾ. വിശദാംശങ്ങൾ ആവർത്തിക്കുന്നു. മുന്നറിയിപ്പുകൾ. ആവർത്തിക്കുന്ന മുന്നറിയിപ്പുകൾ. എഴുത്തുകാരൻ മോശ. എഴുതിയ കാലഘട്ടം BC 1410. BC. ലക്ഷ്യം. ലക്ഷ്യം ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തതിനെ വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുക. അവരുടെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠയ്ക്കായി വാഴ്ത്തത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഇസ്രായേലിற்கு വേണ്ടി എഴുതിയതാണ് ആവർത്തന പുസ്തകം. പ്രധാന വാക്ക് ബ്രാക്കറ്റിൽ നിയമപ്രകാരം 27 പരം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. പ്രധാന വാക്ക് നിയമപ്രകാരം 27 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു.
ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. പ്രധാന വ്യക്തികൾ. ഒത്തിരി വ്യക്തികളൊന്നും ആവർത്തന പുസ്തകത്തില്ല. 2 വ്യക്തികളേ ഉള്ളൂ. ഒന്ന് മോശ, പ്രധാന വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 4:9 മുതൽ 23 വരെ. നാലിൻ്റെ 31, 10:12, 10:12 മുതൽ 14 വരെ. 30:19 മുതൽ 20 വരെ. പ്രധാന അധ്യായങ്ങൾ 27, 28, 30. ഒരു വാക്യം ഒന്ന് വായിക്കാമോ ഈ പുസ്തകത്തിനകത്തുനിന്ന്? 27-ാമത്തെ അധ്യായത്തിൻ്റെ 1, 2 വാക്യം ഒന്ന് വായിക്കാമോ? മൂന്നും കൂടെ വായിച്ചോളൂ. മോശ ഇസ്രായേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതേണം. ഈ പ്രധാനപ്പെട്ട അധ്യായത്തിൻ്റെ 27-ാമത്തെ അധ്യായമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം വരെ വായിച്ച് നിർത്തുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയുന്നത്, പിതാക്കന്മാർ പറഞ്ഞതുപോലെയുള്ള വാഴ്ത്തത്വം എന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന ദേശം. അതാണ് വാഴ്ത്തത്ത ഭൂമി. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലേക്ക് എത്തപ്പെടാൻ മോശ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ പലരും അവിടെ എത്തിയില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ മത്സരം നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ശക്തന്മാരായ മൂപ്പന്മാരുണ്ട്. ദൈവം തന്നെ പറഞ്ഞ ഒത്തിരി വാഴ്ത്തത്വങ്ങളും ഒത്തിരി കാര്യങ്ങളും മോശയിൽ കൂടെ. നോക്കിക്കോളണേ, ഈ പുസ്തകം നമ്മൾ ഈ പുസ്തകം നമ്മൾ തീരുമ്പോൾ ഇതിൽ കൂടെ തുടർച്ചയായി തന്നെ യോശുവ പുസ്തകം എഴുതുന്നുണ്ട്. കാരണം ഈ ജനത്തെ മുഴുവനും ഏൽപ്പിച്ച യോശുവയുടെ കയ്യിലാണ്. അപ്പോൾ യോശുവ ഈ മോശയുടെ കൂടെ ചേർന്ന് നടക്കുക. കാരണം ഉടമ്പടിയുടെ പുതുക്കലാണ്. നമ്മൾ വായിച്ച് നേരത്തെ എഴുതിയില്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു ജനറേഷനെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. പുതിയൊരു ജനറേഷനെ, പുതിയ തലമുറയെ ഒന്ന് ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് ഇങ്ങനെയാണ്. കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ 20 വയസ്സിനും 18 വയസ്സിനും അകത്തുള്ള ഒരു തലമുറ യുദ്ധത്തിന് വേണ്ടി ഒരുക്കുകയാണ് മോശയുടെ നേതൃത്വത്തിൽ. അത് വെളിയിൽ നിന്നുമല്ല, ഇതിനകത്ത് നിന്ന് തന്നെ ഒരു പുതിയ ഒരു തലമുറ അവരെ ഇങ്ങ് പുറത്തെടുക്കുക. ആമേൻ.
അവരിൽ കൂടെ അതിൽ ഉൾപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് വരും ആരാ? യോശുവ. അപ്പോൾ യോശുവ മോശയോട് ചേർന്ന് നടന്നപ്പോൾ തന്നെ സകല കാര്യങ്ങളും യോശുവ പഠിച്ചു. പിൽക്കാലത്ത് യോശുവിൽ കൂടെ ദൈവം ചെയ്തത് അത്ഭുതങ്ങളാണ്. മോശ ചെയ്തതിനേക്കാളും അത്ഭുതങ്ങൾ. ആമേൻ. സൂര്യനെയും ചന്ദ്രനെയും വരെ എന്ത് ചെയ്യുന്നു? പിടിച്ച് നിർത്തുകയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ മോശയുടെ കൂടെ ചേർന്ന് നടന്നപ്പോൾ യോശുവയുടെ മേൽ പകർന്ന അഭിഷേകം ചെറുതല്ല. സൂര്യനെ വരെ പിടിച്ചു നിർത്തി, ചന്ദ്രനെ വരെ എന്ത് ചെയ്തു? സ്റ്റോപ്പാക്കി, നിശ്ചലമാക്കി. അത്ര ശക്തി യോശുവയുടെ മേൽ ദൈവം പകർന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ 3-ാമത്തെ വാക്യം വായിച്ചു. നിന്റെ പിതാക്കന്മാരോട് ദൈവമായ യഹോവ തനിക്ക് വാഴ്ത്തത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെല്ലാം എന്ത് ചെയ്യണം? അവയിൽ എഴുതണം. അപ്പോൾ അതാണ് ഇന്ന് പല വീടുകളുടെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കുന്നുണ്ടോ അല്ലേ? യേശു ഈ വീട്ടിൻ്റെ നായകൻ എന്ന് തുടങ്ങി എല്ലാ എഴുത്തുകളും ഇപ്പോൾ ചുമരിലാണ് എഴുതി വയ്ക്കുന്നത്. പക്ഷെ ആ എഴുത്ത് അകത്തേക്ക് വന്നിരുന്നെങ്കിൽ ഭയങ്കരമായനെ. സ്തോത്രം. ഇത് പുറത്ത് എഴുതി വയ്ക്കുക, ചുമരുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ എഴുത്ത് അകത്തേക്ക് വന്നിരുന്നെങ്കിൽ ആ വ്യക്തി വിടുതൽ പ്രാപിച്ചനെ. ശ്രദ്ധിക്കൂ, തീർന്നില്ല കേട്ടോ. ആ അധ്യായം തന്നെ നമ്മൾ വായിച്ചു വരുമ്പോൾ നോക്കിക്കേ, അതിൻ്റെ 5-ാമത്തെ വാക്യം 4ഉം 5ഉം ഒന്ന് ചേർത്ത് ഒന്ന് വായിച്ചേ. 4ഉം 5ഉം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം. അവിടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ടൊരു യാഗപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത്. അപ്പോൾ യാഗപീഠം പണിയെ മാത്രമല്ല അതിനകത്ത് എന്ത് ചെയ്യരുത്? ഇരുമ്പൊന്നും കൊള്ളിക്കുക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? യാഗപീഠം. എത്ര യാഗപീഠം ഉണ്ടെന്ന് നമ്മൾ പഠിക്കാൻ പോകുക അടുത്ത ദിവസങ്ങളിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ച് വെറുതെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ മീറ്റിങ്ങിലും നിങ്ങൾ സമയം ലഭിക്കുന്നത് പോലെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അരമണിക്കൂർ, 1 മണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ സമയങ്ങൾ ശുശ്രൂഷയ്ക്ക് തരുമ്പോൾ ഈ വാക്യങ്ങൾ അതിൽ പ്രയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സബ്ജക്റ്റായിട്ട് എടുക്കണം. യാഗപീഠം ഇങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് ഉപകരണങ്ങൾ കൊണ്ടാ യാഗപീഠം പണിതത്, യാഗം എങ്ങനെയായിരുന്നു, അതൊരു സബ്ജക്റ്റായിട്ട് എടുത്ത് നിങ്ങൾ പ്രസംഗിക്കണം. ചർച്ചിലൊരു അവസരം കിട്ടിയാൽ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഈ യാഗത്തെക്കുറിച്ച് പഠിപ്പിക്കണം. അന്ന് ഇങ്ങനൊരു യാഗം ഉണ്ടായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ യാഗം എങ്ങനെയായി തീർന്നു, ഈ യാഗം ഇന്ന് ആടോ പ്രാവോ ആട്ടുകൊറ്റനോ പ്രാവിൻ കുഞ്ഞോ കോലാടോ അമേൻ കുഞ്ഞാടോ ഇതൊന്നും നേരിയ മാവോ ഇതൊന്നും ഇന്നില്ല. ഒറ്റ യാഗമാണ്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നേരത്തെ അഭിഷിക്ത പറഞ്ഞതുപോലെ ആ യാഗം എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടു. സകല ശാപങ്ങളും യാഗങ്ങൾ, കുറുമ്പ്രാവില്ല, കാളയില്ല, ആട്ടുകൊറ്റനില്ല, ആട്ടിൻ കുഞ്ഞില്ല, കോലാടില്ല, സകലത്തെയും നിർത്തലാക്കിയിട്ട് യേശു പരമാധികാരിയായ രാജാവ് അവൻ മരത്തിൽ തൂങ്ങപ്പെട്ടു. അവിടെ നിന്ന് വന്ന വിമോചനമാണ് ഇന്നത്തെ പുതിയ ജനറേഷനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. അപ്പം നമുക്കിപ്പോൾ എന്തില്ല? ആലയത്തിൽ പോകുമ്പോൾ ആട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കാള കൊണ്ടുപോകേണ്ട, പ്രാവിൻ കുഞ്ഞ് കൊണ്ടുപോകേണ്ട, കോലാട്ടുകൊറ്റൻ കൊണ്ടുപോകേണ്ട. പിന്നെ എന്ത് കൊണ്ടുപോകണം? നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും പറഞ്ഞേ എല്ലായ്പ്പോഴും നീ ഉരുവിടേണ്ട ഒരു ഭാഗമുണ്ട്. എന്താ? സ്തോത്രമെന്ന യാഗം. മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ ഒറ്റ ശ്വാസത്തിൽ എത്ര സ്തോത്രം പറയും? നിങ്ങൾ പറയാമോ? എത്ര സ്തോത്രം പറയും? ഒറ്റ ശ്വാസം എത്ര എണ്ണം പറയും? വൃത്തിയായി പറഞ്ഞാൽ ഒരു 25 എണ്ണം പറയാം. അതിനപ്പുറത്ത് പിന്നെ വാക്കുകളൊന്നും വരത്തില്ല. ഒന്ന് പറഞ്ഞു നോക്കണേ. ഒറ്റ ശ്വാസം എത്ര എണ്ണം പറയാൻ പറ്റുമെന്ന്. ആമേ. ഞാനൊരു 48 വരെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റിയില്ല സ്തോത്രം. ഒന്ന് പറഞ്ഞു നോക്കണേ. നിങ്ങളൊന്ന് ആവർത്തിച്ച് നോക്കുക, ശീലിച്ച് നോക്കിക്കേ. ആദ്യം 10 എണ്ണം 15 എണ്ണമൊക്കെ പറയാൻ പറ്റൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ദിവസം 1000 സ്തോത്രം പറയാൻ നമ്മൾ ചലഞ്ച് എടുത്താൽ അതിനകത്ത് ഇറങ്ങുന്ന ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഭയങ്കരം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര സ്തോത്രയാഗം പറയുന്നു? എത്ര സ്തോത്രം പറയാറുണ്ട് ഒരു ദിവസം? എത്ര എണ്ണം പറയാറുണ്ട് ഒരു ദിവസം? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ എത്ര എണ്ണം പറയാറുണ്ടെന്ന്? പറ്റുമോ? 5 എണ്ണം? 2 എണ്ണം? 10 എണ്ണം? 20 എണ്ണം? പറ്റുമോ? എത്ര എണ്ണം പറയാൻ പറ്റും? ലിൻഡ പറയാണ്, ഞാൻ പാസ്റ്റങ്ങളെ ഞാൻ ഒരു 10 എണ്ണം പറയും. അതിപ്പോഴും പറഞ്ഞു തുടങ്ങിയതാണ് കൂടുതലായിട്ട്. കാരണം കോപ്പി എടുക്കാൻ പേപ്പർ വയ്ക്കുമ്പോൾ കുരുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി സ്തോത്രം രക്തത്താൽ ജയം, കുരുങ്ങരുത്, ആകപ്പാടെ 5 പേപ്പറേ ഉള്ളൂ, കുരുങ്ങരുത്, സ്തോത്രം തുടങ്ങും. കാരണം നിങ്ങൾ നോക്കിയേ, അതൊന്ന് പറഞ്ഞു നോക്കിയേ, ഏതെല്ലാം സ്ഥാനത്തെന്നറിയാം ഈ സ്തോത്രമെന്ന വാക്ക് വളരെ ശക്തമായി നമ്മെ താങ്ങുന്നത്. സ്തോത്രം എപ്പോഴും പറയാനൊരു വാക്കാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ യാഗമായിക്കൊണ്ടേയിരിക്കുന്നു. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ, നമ്മൾ യാഗമാണ്, യാഗമർപ്പിക്കുന്നവൻ, നാം തന്നെ യാഗം. നാം ഓരോ ദിവസവും യാഗമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കർത്താവിന് മുമ്പിൽ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ യാഗമാണ്. ഈ യാഗമാണ് പുതിയ നിയമത്തിലെ സ്തോത്രം, അല്ലെങ്കിൽ ഈ യാഗം. വേറൊരു യാഗം പുതിയ നിയമത്തിലില്ല. സ്തോത്രം. ആമേൻ. അടുത്ത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ 28-ാം അധ്യായം ഞാൻ നേരത്തെ വായിച്ചതുപോലെ, നേരത്തെ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ 14-ാമത്തെ വാക്യം വരെ അനുഗ്രഹങ്ങളും 15-ാമത്തെ വാക്യം മുതൽ ആമേൻ തീർത്തുള്ള വാക്യങ്ങൾ എന്താണ്? ശാപങ്ങളാണ്. ഏതല്ല? 28-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 വാക്യങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. പക്ഷേ 15-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ എന്താണെന്നറിയാമോ? ശാപമാണ്. പ്രൈസ് ദി ലോർഡ്. 30-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 30-ാമത്തെ അധ്യായം. 30-ാമത്തെ അധ്യായത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിക്കാമോ? 30-ാം അധ്യായം അതിൻ്റെ 1-2, അതായത് പ്രധാന അധ്യായങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. 1-2 വാക്യങ്ങൾ. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ഇതിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ഈ 30-ാം അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. അധ്യായങ്ങൾ 34. വാക്യങ്ങൾ 958. ചോദ്യങ്ങൾ 33. ചരിത്രപരമായ വാക്യങ്ങൾ 690.
നിവൃത്തിയായ പ്രവചനങ്ങൾ 230. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 37. ദൈവത്തിൽ നിന്ന് പ്രത്യേക ദൂതുകൾ. ദൈവത്തിൽ നിന്ന് പ്രത്യേക ദൂതുകൾ 33. ആജ്ഞകൾ 519. വാഴ്ത്താനങ്ങൾ 47. മുന്നറിയിപ്പുകൾ 497. ഈ പുസ്തകത്തിനകത്ത് എഴുതണ്ട, ഈ പുസ്തകത്തിനകത്ത് മറ്റ് 4 പുസ്തകത്തിലില്ലാത്ത ചില ആധികാരികത ഇതിനകത്തുണ്ട്. ഒന്ന്, 10 കൽപ്പനകളുണ്ട്. പിന്നെ ദൈവം ഡയറക്റ്റായി ഇറങ്ങി മോശയോട് പറഞ്ഞ പ്രത്യേക ദൂതുകളുണ്ട്. അതുമാത്രമല്ല, മോശയും ദൈവവുമായി മുഖാമുഖമായി സംസാരിച്ചതൊക്കെ ഇതിനകത്ത്, ഈ പുസ്തകത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആമേൻ. ഇനി അടുത്ത്, മോശ ജനിച്ചത് എപ്പോഴെന്നറിയാമോ? മോശയുടെ ജനനം എപ്പോഴെന്നറിയാമോ? അറിയാമേ കൈപൊക്കാം, ഇല്ലെങ്കിൽ പറയാം. അറിയില്ല. BC 1520 20 മോശയുടെ ജനനം. ഓക്കെ, 1-2 കാര്യം കൂടെ നമുക്ക് എഴുതാം താഴോട്ട്. ഇതിന് രണ്ടാമത്തെ ന്യായപ്രമാണം എന്ന അർത്ഥം, ഇതിന് രണ്ടാമത്തെ ന്യായപ്രമാണം എന്ന അർത്ഥം ഇസ്രായേലിലെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇസ്രായേലിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉടമ്പടി, അവലോകനം ചെയ്യുകയും പുതിയതായും ചെയ്ത മോശയുടെ വിടവാങ്ങൽ സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ മരുഭൂമിയിലൂടെ
തങ്ങളുടെ അലഞ്ഞു തിരിഞ്ഞതിൻ്റെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാകുകയും ചെയ്തിരുന്നു. ഒന്ന്, ആദ്യത്തെ പെസക എവിടെ വെച്ചെന്നറിയാമോ? സൺഡേ സ്കൂൾ ടീച്ചർമാർ, ആദ്യത്തെ പെസക എവിടെ വെച്ചെന്നറിയാമോ? ടീച്ചേഴ്സ് ചിരിച്ചാ പോരാ, പറയണം. 3 ടീച്ചർമാരുണ്ട്. തീപ്പൊരിയ. സാറ് വന്നതേ ഉള്ളൂ. സാറ് വന്നത് കസേര മാറി കൊടുക്കും. സാറ് വന്നു. കസേര മാറ്റി കൊടുക്കും. സാറ് വന്നു. ആദ്യത്തെ പെസക എവിടെ വെച്ചെന്നറിയാമോ? അറിയില്ല. ചെങ്കടൽ കടന്ന് സീനായി മലയിൽ വച്ച്, ചെങ്കടൽ കടന്ന് സീനായി മലയിൽ വച്ച് ന്യായപ്രമാണം നൽകപ്പെട്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് പുതിയ തലമുറയിൽ ഭൂരിഭാഗവും വ്യക്തിപരമായ ഏതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ബ്രാക്കറ്റിൽ 1, മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ. 2, മിദ്യാനിൽ. 3, മരുഭൂമിയിൽ. 'പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ. 'പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10. ഇസ്രായേലിലെ മത്സരികളായ പുറപ്പെട്ട തലമുറയുടെ 39 വർഷത്തിലേറെ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞതിനാൽ
പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്. പ്രത്യേകിച്ച് 39 വർഷം, അഥവാ നമ്മൾ ആ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 1 അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നടന്ന് ചെല്ലേണ്ട ദേശത്ത് അന്ന് അവിടെ എത്തിയുമില്ല. ഇവർ ദൈവം ഏൽപ്പിച്ച മോശയുടെ നേരെ എന്ത് ചെയ്യുന്നറിയാമോ? മത്സരിച്ചു. മോശ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവരെന്നെ എറിയാൻ കൂറ്റൻ കല്ലുകളുമായി നിൽക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, മെസ്സേജ് രാവിലെയാണെന്ന് തോന്നുന്നു. ഇങ്ങനൊരു കാര്യമുണ്ട്. എന്നറിയാമോ? ഒരാളല്ല കല്ല് എടുത്തത്. 30 ലക്ഷം പേരുടെ കയ്യിൽ കല്ലിരിക്കുക. അപ്പോൾ ഈ ഓരോരുത്തരും ഓരോ കല്ലെടുത്താലും എത്ര കല്ലുണ്ടെന്ന് അറിയാമോ? 30 ലക്ഷം അപ്പുറം കല്ലിരിപ്പുണ്ട്. ഓരോ കല്ല് വന്ന് വീണാലും മോശയ്ക്ക് വല്ല അർമ്പാദമുണ്ടോ? ഒന്നുമില്ല. മോശയ്ക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഒരാളാണെങ്കിലൊക്കെ, 2 പേരാണെങ്കിൽ 5 പേരാണെങ്കിലും ഒക്കെ. പക്ഷെ 30 ലക്ഷം പേരുടെ കയ്യിൽ എന്തുണ്ട്? കല്ലുണ്ട്. കുറച്ച് നേരത്തെ ഇറച്ചി കഴിച്ചതേ ഉള്ളൂ. കുറച്ച് നേരത്തെ അവർ ദൈവം കൊടുക്കുന്ന നന്മകൾ ഭക്ഷിച്ചവരാണ്. പക്ഷെ വെള്ളമില്ലാതെ വന്നപ്പോൾ, നാക്കൊക്കെ ഉണങ്ങിയപ്പോൾ മോശയ്ക്കെതിരെ ഇവർ എത്രത്തോളം ഫൈറ്റ് ചെയ്തോ അത്രത്തോളം ഇവർക്ക് ദാഹം കൂടുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതെ ഇരുന്നു. കാരണം ദൈവമാണ് മോശയെ അവിടെ നിന്ന് മോശയിൽ കൂടെ ജനത്തെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് ഈ ജനത്തെ വിഷയമല്ല, ദൈവത്തിന് വിഷയം മോശയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മോശ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാത്തു നിന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാതോർക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാത്തത് കൊണ്ടാണ് ചില വിപത്തുകളൊക്കെ പെട്ടെന്ന് വന്ന് ഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു അരുളപ്പാട് പറഞ്ഞാലും അത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? സറണ്ടർ ആകണം. പ്രൈസ് ദി ലോർഡ്. ആ സറണ്ടർ ആകുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, 39 വർഷത്തിലേറെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അലഞ്ഞ് തിരിഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ആമേൻ. ഒന്നുകൂടെ നമുക്ക് താഴോട്ട്, അലഞ്ഞ് തിരിഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകത്തിൽ നിന്നും വ്യത്യാസമായി യോർദാൻ നദിയുടെയും യെരിഹോവിൻ്റെയും നേരെ കിഴക്കുള്ള മോവാബ് സമഭൂമിയിലും ഒരു സമയത്ത് ചെലവിട്ടതായി ഒരു ചെറിയ കാലയളവായി ഏകദേശം ഒരു മാസത്തിലധികം അവിടെ പാർത്തതായി ആവർത്തന പുസ്തകം ഉൾക്കൊള്ളിക്കുന്നു. 31-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ 24-26 വാക്യങ്ങളും 4-ാമത്തെ അധ്യായത്തിൻ്റെ 44-46, 29-ാം അധ്യായത്തിൻ്റെ 1, മുപ്പത്തൊന്നിൻ്റെ 10 മുതൽ 13 വരെ.
ഏകദേശം BC 405 മോശ ഈ പുസ്തകം എഴുതി പൂർത്തീകരിച്ചതാണെന്ന് ആവർത്തന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് മോശയാണെന്ന് എന്ന സത്യത്തെ താഴെ പറയുന്ന വസ്തുതകൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഓ, കിട്ടിയോ? എല്ലാവർക്കും കിട്ടി? 1. യഹൂദ ശമരിയ 2. പഴയ നിയമ എഴുത്തുകാർ.  യോശുവയുടെ പുസ്തകം 1:7, 1 രാജ 2:3, 2 രാജ 14:6, എസ്ത്ര 3:2, നെഹമ്യാവ് 1:8, 9, ദാനിയേൽ 9:11, മൂന്ന് യേശു ബ്രാക്കറ്റിൽ മത്തായി സുവിശേഷം, മത്തായി 9:7 മുതൽ 9 വരെ. യോഹന്നാൻ 5:45 മുതൽ 47 വരെ. മറ്റ് പുതിയ നിയമ എഴുത്തുകാർ. പ്രവൃത്തിയുടെ പുസ്തകം 3:22, 23, റോമാലേഖനം 10:19, നാല് പുരാതന ക്രിസ്തീയ പണ്ഡിതന്മാർ. 5 ആന്തരിക തെളിവുകൾ. ബ്രാക്കറ്റിൽ 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു. പുതിയ ഉടമ്പടി.
യഹോവയുടെ ദാസനായ മോശയ്ക്ക് അനുയോജ്യമായി ഒരു പ്രശംസയുമായി സംഭവിച്ചതിന് തൊട്ട് മുൻപ് എഴുതിയോ ബിന്ദു സിസ്റ്ററെ? ആ, നിങ്ങളൊക്കെ ദൂരെ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എറിയായിട്ട് ചെയ്യണമെങ്കിലാ, അതാണ് ഇങ്ങനെ പയ്യെ പറയുന്നത്. സഹോദരൻ, പിന്നാലെ ബ്രാക്കറ്റിൽ മിക്കവാറും യോശുവ, പിന്നാലെ ബ്രാക്കറ്റിൽ മിക്കവാറും യോശുവ എഴുതി ചേർത്തതാണെന്ന് മോശയുടെ മരണവിവരം എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ മോശ മരിക്കുന്നതിന് തൊട്ടു മുൻപ് എഴുതി തീർന്നെന്ന് കുറച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ, എന്നാൽ ഭൂരിഭാഗം പേരും പറയുന്നത് മോശ മരിച്ച ശേഷം ഈ പുസ്തകം എഴുതി വൈൻഡപ്പ് തീർത്തത് യോശുവയെന്നാണ്. അതിൻ്റെ തെളിവുകൾ കൂടെ ആ നേരത്തെ മുൻ പറഞ്ഞ ആ വേദഭാഗത്തിന് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തത് യോശുവയാണ്, ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കാരണം മറ്റ് ഇതര വ്യക്തികളെക്കാളും, അല്ലെങ്കിൽ സഹോദരങ്ങളായ മീരിയാം തുടങ്ങിയ വ്യക്തികളെക്കാളും ഭാര്യയെക്കാളും ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ് ആരെന്നറിയാമോ? യോശുവ. മോശയുടെ കൂടെ ഏറ്റവും കൂടുതൽ താൻ പറ്റിച്ചേർന്നു എന്ന് നമുക്ക് വേദപുസ്തകം കാണാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗ്രന്ഥകർത്താവ് പറയുന്നത് ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്തത് മറ്റാരുമല്ല, യോശുവ തന്നെയാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അതിന് തൊട്ട് മുകളിൽ ഹെഡിങ് എഴുതിക്കോ, ഉദ്ദേശം. ഉദ്ദേശം ദേശം കൈവശമാക്കേണ്ടതിന് വേണ്ടി. അതെ, നേരത്തെ എഴുതിയ ഒന്ന്, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും വാഴ്ത്തത്വങ്ങളും. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും വാഴ്ത്തത്വങ്ങളും. രണ്ട്, അവരുടെ തന്നെ വിശ്വാസത്തിൻ്റെ അനുസരണത്തിനും അനുസരണത്തിനും ധാരാളമായി ദൈവം നൽകിയ വാഴ്ത്തത്വങ്ങളും. ധാർമ്മിക പ്രബോധനങ്ങളും. മൂന്ന്, ദൈവത്തെ ഭയപ്പെടുവാനും
അവൻ്റെ വഴികളിൽ നടക്കുവാനും അവനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ശക്തിയോടും കൂടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒന്ന് ആമുഖം. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ. ആവർത്തന പുസ്തകം. 2 ചരിത്രപരമായ ആമുഖം. 1-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 43-ാമത്തെ വാക്യം വരെ. 3 മുഖ്യ നിർദ്ദേശങ്ങൾ. 4-ാം അധ്യായം 44. 26-ന്റെ 19. 26-ന്റെ 19. 4 അനുഗ്രഹങ്ങളും ശാപങ്ങളും. 29-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 30-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യവും 28-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയും 1 മുതൽ 15 വരെ അനുഗ്രഹങ്ങളും 15 മുതൽ 69 വരെ ശാപങ്ങളും. 5 അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. 31-ന്റെ 1 മുതൽ ചില വേദാംശങ്ങളും 33-ന്റെ 39. സെൻട്രൽ ഹെഡിങ്: ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി. ഒന്ന്, മോശയുടെ ആദ്യ പ്രഭാഷണം. ഇസ്രായേലിന്റെ ചരിത്രവും. സീനായി പർവ്വതം മുതലുള്ള പരാജയവും
ദൈവത്തിൻ്റെ സംഭാഷണവും രണ്ട്, ദൈവത്തെ ഭയപ്പെടാനും അനുസരിക്കാനും പുതിയ തലമുറയായി മോശയെ ഒന്നാം അധ്യായം 6 വാക്യം മുതൽ ചില വാക്യങ്ങളും 4 അധ്യായം 43 വാക്യവും. 3, മോശയുടെ 3-ാമത്തെ പ്രഭാഷണം. ശബത്ത് ആചരിക്കണം. 2, ആരാധന. 3, വാർഷിക പെരുന്നാളുകൾ. 4-ാം അധ്യായം 44. ഇരുപത്തിയാറിന്റെ 19. 27-ന്റെ 1 മുതൽ ചില വാക്യങ്ങളും 20. ഹെഡിങ്: മരുഭൂമിയിൽ ഒടുവിലത്തെ 40 വർഷത്തെ മോശയുടെ ചരിത്രം. ഒടുവിലത്തെ 40 വർഷത്തെ മോശയുടെ ചരിത്രം. പുറപ്പാട് 5:1. ഫറവോനുടൻ ദൈവകൽപ്പന നിഷേധിച്ചു. ഞാൻ യഹോവയെ അറിയില്ല. ഞാൻ യഹോവയെ അറിയില്ല. ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. കണ്ടോ, ഞാൻ യഹോവയെ എന്ത് ചെയ്യില്ല, അറിയില്ല. ഫറവോൻ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: എനിക്ക് ദൈവത്തെ അറിയില്ല, പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ ജനത്തെ വിട്ടയക്കുകയില്ല. അവിടെ അവർ തമ്മിൽ ഭയങ്കര വടംവലി ഉണ്ടായി. അടുത്ത ദൈവം മോശയുടെ നിലവിളി സ്വർഗം കേട്ടു. ഇന്ന് ഈ രാത്രിയിൽ എത്ര ബാധ അയച്ചെന്ന് നമുക്കറിയാലോ അല്ലേ? എത്ര ബാധ അയച്ചു? 10 ബാധ അയച്ചു. ഈ 10 ബാധയ്ക്കും
അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒന്ന്, ഇസ്രായേൽ മക്കളെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ എന്ത് ചെയ്തു? മിസ്രൈമിൽ വെച്ച് അവർ ഒത്തിരി അടിമ വേല ചെയ്യിച്ചു. അവരെ കൊണ്ട് കഴിയാത്ത ജോലിയെല്ലാം ചെയ്യിച്ചു. ആഹാരമില്ലാതെ, ഉറങ്ങാൻ പോലും കഴിയാതെ രാപ്പകൽ അവരെ കഠിന വേല ചെയ്യിച്ചു. അപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയുള്ള അനുഭവം അവിടെ സംഭവിച്ചു. അപ്പോഴാണ് പറയുന്നത്, എന്താ, എനിക്ക് യഹോവയെ അറിയില്ല, ഒരിക്കലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ശേഷം നോക്കിയേ, അടുത്ത് തുടർന്ന് ബ്രാക്കറ്റിൽ, തുടർന്ന് ഫറോൻ ഇസ്രായേൽ മക്കളുടെ വേല കഠിനമാക്കി. തുടർന്ന് ഫറോൻ ഇസ്രായേൽ മക്കളുടെ വേല കഠിനമാക്കി. ഫറോന്റെ എതിർപ്പും പീഡനവും വർദ്ധിച്ചപ്പോൾ ഫറവോന്റെ എതിർപ്പും പീഡനവും വർദ്ധിച്ചപ്പോൾ 10 ബാധകൾ മിസ്രൈമിൽ വരുത്തി. ഒന്ന്, നൈൽ നദിയിലെ ജലം രക്തമായി. ഈ നൈൽ നദിയിലാണ് എന്ത് ചെയ്യാൻ ആദ്യത്തെ കൽപ്പന ഉണ്ടായത്? എന്ത് ചെയ്യാൻ ആദ്യത്തെ കൽപ്പന? ടീച്ചേഴ്സ് ശ്രദ്ധിക്കൂ. നൈൽ നദിയിൽ എന്താ ആദ്യത്തെ കൽപ്പന ഉണ്ടായത്? ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെയും നൈൽ നദിയിൽ വലിച്ചെറിയണം. ആ നദിയിലാണ് ആരെ അമ്മ വലിച്ചെറിഞ്ഞത്? ഡാഷ്, മോശയെ വലിച്ചെറിഞ്ഞു. ഏത് നദിയിലാ? വിലക്കപ്പെട്ട നദിയിൽ. അല്ലെങ്കിൽ രക്തം, ദൈവം ഈ രക്തം ഈ നദിക്കകത്ത് അയക്കുന്നതിന് മുൻപ് രക്തപ്പുഴ ഒഴുകുമെന്ന് ഫറവോൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ഒരു ഭയങ്കര സംഭവം അവിടെ ഉണ്ടാകുകയാണ്. ഒന്ന്, യേശുവിൻ്റെ ജനനം. ശ്രദ്ധിക്കണം, ജനനത്തിന് തൊട്ട് മുൻപാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ശ്രദ്ധിക്കൂ, രണ്ടുപേരും ജനനം നോക്കുമ്പോൾ, ഒന്ന് മോശയുടെ ജനനം, രണ്ട് യേശുവിൻ്റെ ജനനം. ഇത് രണ്ടിലും കൽപ്പന ഒന്നാ, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൊന്നുകളയണം, നൈൽ നദിക്കകത്ത് എറിഞ്ഞു കളയണം. 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനെയും. കാരണം വലിയ ഓട്ടമൊന്നും കാണത്തില്ലല്ലോ, ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ എളുപ്പമുണ്ട്. വലിയ ഓട്ടമൊന്നും കാണും, ഓടിയ കുറച്ചേ ഓടത്തുള്ളൂ. അതുകൊണ്ട് അതിനെ ഓടിച്ചിട്ട് വലിയ ഓടേണ്ട കാര്യമില്ല. പിടിച്ച് നിലത്തടിക്കാൻ അല്ലെങ്കിൽ രണ്ടായി വലിച്ചു കീറാൻ പറ്റിയ പ്രായമാണ് 2 വയസ്സിന് താഴെ. നോക്കൂ, ഈ നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നൈൽ നദിയിൽ രക്തം എന്ത് ചെയ്തു? ജലം എന്ത് ചെയ്തു? രക്തമാക്കി. പ്രൈസ് ദി ലോർഡ്. അടുത്ത് 2, രാജ്യം മുഴുവൻ ഡാഷ് എന്ത് നിറഞ്ഞു? പറയൂ കുട്ടികളെ, എന്താ അത് കേട്ടിട്ടേ ഉള്ള കാര്യം? പറഞ്ഞേ, അഡ്മിറ്റ് ചെയ്ത്. പാലും തേനും ഒഴിയെന്ന്. രണ്ടാമത് പറഞ്ഞോളൂ. പറയുമെന്ന് വിചാരിച്ചു. രണ്ടാമത്, രാജ്യം മുഴുവൻ തവള നിറഞ്ഞു. രാജ്യം മുഴുവൻ എന്ത് ചെയ്തു? തവള നിറഞ്ഞു.
3 എന്തായി മാറി? എന്തായി മാറി? 3 തങ്കമാൻറ്റി പറയണു അംബാനിയായി മാറിയെന്ന്. അങ്ങനെ ഞാൻ കേട്ടത്. അവിടെ ഒന്നും എത്തിയില്ല ആൻറ്റി. അവിടെ സെക്രട്ടറി ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നിലത്തിലെ പൊടി പേനായി മാറി. മൂന്ന് തവളയായി നിറഞ്ഞെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ വാക്യം തരാം കേട്ടോ. പുറപ്പാട് പുസ്തകം 8:2. പേനായി മാറിയത് 8:16 പുറപ്പാട്. 4 ദേശത്തിൽ എന്തായി മാറി? നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എന്തായി മാറി? ദേശത്ത് നായീച്ച നിറഞ്ഞു. അധ്യക്ഷൻ മനസ്സിലായോ? 8-ാം അധ്യായം 21-ാം വാക്യം. അഞ്ച് എന്തായി മാറി? 5 എന്തായി മാറി? ടീച്ചേഴ്സ് 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 5 എന്തായി മാറി? കഠിനമായ വ്യാധി കൊണ്ട് മിസ്രയീമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു. ഒൻപതാം അധ്യായം 6-ാമത്തെ വാക്യം. 6 എന്തായി മാറി? ടീച്ചേഴ്സ്. അവിടെ സരിതസിസ്റ്റർ പറയാണ് ഒന്നുമായി മാറിയില്ല പാസ്റ്റർ ഇത്. ടെൽമി വരട്ടെ, പറഞ്ഞോളൂ. പുണ്ണെന്നൊരു വാക്ക് അതിനകത്തില്ല. ഉണ്ടോ? പുണ്ണെന്നൊരു വാക്കുണ്ടോ? 9:10 വായിച്ചേ. മനുഷ്യരുടെയും മൃഗങ്ങളെയും പരു ബാധിച്ചു. പരു മീനിന്റെ പരുവല്ല, പരുക്കൾ എന്ന് പറയും. ഒൻപതാം അധ്യായം 10-ാമത്തെ വാക്യം. 7 എന്ത് ബാധിച്ചു? ബിന്ദു സിസ്റ്ററെ എന്ത് ബാധിച്ചു? പോടാന്ന് എനിക്കറിയില്ലേ, ദൈവം എന്തൊക്കെയാ പറയുന്നു. സെബിൻ എന്ത് ബാധിച്ചു? അധ്യക്ഷൻ എന്ത് ബാധിച്ചു? കൽമഴയും തീയുമുണ്ടായി. മനുഷ്യരും മൃഗങ്ങളും നശിച്ചു. ഫറവോന്റെ കൊട്ടാരത്തിലെ സകല ഗോശാലയിലും തീ പിടിച്ചു. ദൈവത്തെ അറിയില്ല എന്ന്. അവന്റെ സകല ആടും മാടും ഒട്ടകവും കഴുതയും കോലാട്ടുകൊറ്റനും സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കോപം ഇറങ്ങി. ദൈവത്തെ അറിയുന്നില്ല എന്ന്, എനിക്ക് അവനുമായി ഒരു ബന്ധവുമില്ല എന്ന് ദൈവം തെളിയിച്ചു കൊടുത്തു.
കൽമഴ എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ. 30 ലക്ഷം പേരുടെ കയ്യിൽ കല്ലല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വീഴുന്ന കല്ല. അതിൻ്റെ വലിപ്പം നമുക്ക് പറയാൻ കഴിയത്തില്ല. ഭൂമിയേക്കാൾ വലിപ്പമുള്ള, സൂര്യനേക്കാൾ വലിപ്പമുള്ള, ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള, പ്രപഞ്ചത്തെക്കാൾ, ഗാലക്സിയേക്കാൾ വലിപ്പമുള്ള കല്ലുകൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു. സകല അന്തഃപുരങ്ങളും ഇടിഞ്ഞ് തരിപ്പണമായി. ആമേൻ. സകലത്തിൻ്റെ മേലും, ഗോപുരത്തിൻ്റെ മേലും, സകല ആട്ടുപുരയിലും, സകലത്തിൻ്റെ മേലും മഴ ശക്തമായി പെയ്തിറങ്ങി. കേൾക്കൂ, ദൈവത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം അറിയിച്ച് കാണിച്ചു കൊടുത്തു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇവനൊന്ന് മനസ്സലിയട്ടെ എന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. പാവപ്പെട്ട മൃഗങ്ങളെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും 1 ഒരു കോലാട്ടുകൊറ്റൻ, 2 ഒരാട്, 3 ഒരു കാള, 4 ഒരു പ്രാവിൻ കുഞ്ഞ്, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനെയും അതത് തരത്തിൽ വളർത്തുമ്പോൾ തിന്നാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അതിൻ്റെ പുറത്തൊക്കെയും ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന്. വായിക്കാം, അമ്മ എഴുതിക്കോളൂ. അധ്യായം 9:24. ഒരിക്കലും പറയരുതേ, എത്ര ബുദ്ധിമുട്ട് വന്നാലും ദൈവത്തെ അറിയില്ല എന്നൊരു വാക്ക്. നോ. യോബ് എന്താ പറഞ്ഞത്? എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു യോബിന്റെ വാക്ക്. എന്താ പറഞ്ഞത്? അവൻ എന്നെ കൊന്നാലും ഐ ആം റെഡി. മരിക്കാൻ ഞാൻ റെഡിയാണ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തള്ളി പറയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പാർക്കുന്ന വീട് മൊത്തം ഇടിഞ്ഞ് താഴെ വീണ് ഞാൻ മരിച്ചാലും ഞാൻ തള്ളിപ്പറയത്തില്ല. എൻ്റെ സ്നേഹിതന്മാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയാലും നോ, എനിക്ക് പ്രശ്നമല്ല. കാരണം എന്നെ വിളിച്ചത് ഇതൊന്നുമല്ല. ഇതെല്ലാം എന്നെ വിളിച്ച ശേഷം എൻ്റെ ദൈവം തന്നതാണ്. പറയാനോ പുകഴുവാനോ ഒന്നുമില്ല. ഈ വാക്കുകൾ നിലച്ചാലും, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, എൻ്റെ കാലുകൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, എൻ്റെ അരയ്ക്ക് താഴെ, കഴുത്തിന് താഴെ, കോമൺ സ്റ്റേജിലായി പോയാലും പ്രശ്നമല്ല. നാക്കിനി പൊങ്ങിയില്ലെങ്കിലും വിഷയമല്ല. കണ്ണ് കുരുടായാലും വിഷയമല്ല. ആമേൻ. എന്നെ കൊന്നാലും അവനെ വിട്ട് മാറത്തില്ല. പറയാൻ പറ്റുമോ ചങ്കുറപ്പോടെ? അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. 8 എന്താണ് 8? 8 ഓ സരി സിസ്റ്റർ ഒന്ന് ഓൺ ചെയ്ത് പറയാമോ? വെട്ടിക്കിളി. തുള്ളൻ അവിടെ ഇല്ല ആൻറ്റി, സോറി. വെട്ടിക്കിളി ഉണ്ട്, ആ ഭാഗത്തുണ്ട്. വെട്ടിക്കിളി, യെസ്, വെട്ടിക്കിളി. 8 വെട്ടിക്കിളി ബാധിച്ചു. ആൻറ്റി മൈക്ക് ഓഫ് ചെയ്യാമോ? 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒൻപത് 9 ഇടുമ്പോഴേ ഒരു റൗണ്ട് ഇട്ടോളണം. വെറുതെ ഒന്നിട്ടേക്ക് നന്നായിരിക്കും. ആ റൗണ്ടിനകത്ത് ആ 9 നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയെ കാണാൻ. 9 എന്താ സംഭവിച്ചത്? ഡാഷ് ആൻറ്റി പറഞ്ഞു ആൻറ്റി. അടുത്ത് ടീച്ചേഴ്സ്. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ബൈബിൾ നോക്കിക്കൊണ്ടിരിക്കുക. ബെസ്റ്റ്. 9 3 ദിവസത്തെ കൂരിരുട്ട്. എത്ര ദിവസം? 3 ദിവസം. 10-ാം അധ്യായം 22-ാം വാക്യം. 10 ആൻറ്റി പറഞ്ഞു, എന്തോ പറഞ്ഞു, പ്രൊഫസർ എന്തോ പറഞ്ഞു, കേട്ടില്ല. അത് തന്നെ 10 മിസ്രൈമിലെ ആദ്യജാതന്മാരുടെയും കടിഞ്ഞൂൽ
ആദ്യജാതന്മാരുടെയും കുഞ്ഞുകുട്ടികളുടെയും സംഹാരം. 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. നോക്കൂ, നിങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതിക്കോ, താഴെ ഹെഡിങ് ആയിട്ടല്ല, ഇത്തിരി വലിപ്പത്തിൽ എഴുതിക്കോ. ആദ്യത്തെ 9 ബാധകളിലും ഫറവോന്റെ ഹൃദയം കഠിനമായിട്ടേ ഉള്ളൂ. ആദ്യം പറഞ്ഞ 9 ബാധകളിലും ഇവന്റെ ഹൃദയം എന്ത് ചെയ്തു? കഠിനമായിക്കൊണ്ടേയിരുന്നു. പക്ഷേ 10ാമത്തെ സംഹാരകനെ അയച്ചപ്പോൾ ചെറിയൊരു അയവ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവന്റെ തലമുറ വരെ തൊടാനിടയായി. അറിയത്തില്ല എന്ന് പറഞ്ഞവന്റെ തലമുറയുടെ സംഹാരകം, താണ്ഡവം സ്വർഗം ജനം നോക്കി നിൽക്കെ അവിടെ ചെയ്തു. ഫറവോന്റെ മുട്ട കാലുകൾ ഇങ്ങനെ ആടാൻ തുടങ്ങി കേട്ടോ. അവൻ വിറച്ചു. പക്ഷേ ദൈവം ഇസ്രായേലിലെ ഓരോ കുടുംബത്തിനകത്തും ദൈവപ്രവൃത്തി അയക്കാനിടയായി കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, എഴുതണ്ട, എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഒന്നൊന്നായിട്ട് ദൈവം അയച്ചു. അവിടെ എല്ലാം കഠിനമായിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ചെറിയ വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ കഠിനമാകുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തെ ഒന്നുകൂടെ മുറുകെ 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 പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നുകൂടെ മുറുക്കുക, കൈ ഒന്നുകൂടെ മുറുക്കുക. ദൈവത്തിൽ നിന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അധികാരമില്ല. ദൈവത്തെ ചോദ്യം ചെയ്യാൻ അധികാരം ആർക്കുമില്ല. എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് കേൾക്കാൻ പോലും നമുക്ക് എന്തില്ല, അധികാരമില്ല. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠന മധ്യേ എൻ്റെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ അയ്യോ, അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന് നിലച്ചു പോയല്ലോ. നോ, ചോദിക്കാൻ പോലും അധികാരമില്ല. കാരണം തീർന്നെങ്കിൽ കർത്താവ് അങ്ങ് വിളിക്കും. അയ്യോ 2 ദിവസം കഴിയട്ടെ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അയ്യോ എനിക്ക് ഇത് കുറേ കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഗ്രാജുവേഷൻ്റെ കാര്യങ്ങൾ. കർത്താവേ നീ ഇങ്ങി പോരെ, ഇവിടെ വലിയൊരു ഗ്രാജുവേഷൻ നടത്താൻ വേണ്ടിയിരിക്കുക, നീ ഇങ്ങി പോരെ എന്ന് വിളിച്ചാൽ ഐ ആം റെഡി എന്ന് പറയാൻ നമ്മൾ തയ്യാറായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ കർത്താവ് വച്ച് പിടിപ്പിച്ച യന്ത്രങ്ങളെ ദൈവം നിലപ്പിക്കും. എന്താ യന്ത്രം എന്നറിയാം? 350 ഗ്രാമുള്ള ഈ സാധനം, ഹാർട്ട്, അതിനകത്തുനിന്ന് ബ്ലിങ്ക് ചെയ്യുന്ന ബ്ലഡ് ഉണ്ടല്ലോ, 1 സെക്കൻഡിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സംഭവം, അതിൻ്റെ ശാഖകളെ കർത്താവ് പിടിക്കും. ഓരോ സൈഡാറ്റം എടുത്തു കളയും. എന്തിനാ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമേ നീ അറിയാതെ ഒന്നും ഈ ഭൂപരപ്പിൽ സംഭവിക്കത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചില അഭിഷക്തന്മാരൊക്കെ കുറുകെ നിന്നാലേ മരണം പോലും ഒഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശ കയറി നിന്നില്ലേ 30 ലക്ഷത്തിൻ്റെ മുമ്പിൽ? മോശ കയറി കുറുകെ നിന്നില്ലേ? കർത്താവ് നീ എന്നെ കൊല്ല്, ഞാൻ റെഡിയാ. ഇവരെ കൊല്ലരുത്, ഇവർ ഒന്നും ഒരിടത്തും എത്തിയില്ല. ആമേൻ. അപ്പോഴും താഴ്വരെന്ന് പറയുക, ഇവൻ അത്ര വില്ലനോ, എന്നെ കൊല്ലെന്ന് പറയാൻ എന്ന് ചോദിച്ച് ജനം നേരെ മോശയ്ക്ക് നേരെ തിരിഞ്ഞെങ്കിലും അതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മോശ അപ്പോഴും നിന്നില്ലായിരുന്നുവെങ്കിൽ ആമേൻ, ഈ ജനത്തെ ചെങ്കടൽ കടക്കുവാൻ കഴിയത്തില്ലായിരുന്നു. സ്തോത്രം. ഒരു ചെങ്കടലിൽ ഒരു അത്ഭുതം സംഭവിക്കണം. അതിന് മുന്നോടി ദൈവത്തിന്റെ മനസ്സിനെ വരെ തെറ്റിച്ച് കളഞ്ഞു ജനം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, നിന്നിൽ ഒരു അത്ഭുതം ദൈവത്തിന് ചെയ്യാനുണ്ട്. അടുത്ത മാസം 1-ാം തീയതി, നാളെ തുടങ്ങുകയാ. 1-ാം ദിവസം മുതൽ അടുത്ത് 31-ാമത്തെ ദിവസം വരെ കഴിയുന്നതിന് മുൻപ് നിന്നിൽ കൂടെ ഒരു അത്ഭുതം ദൈവത്തിന് ചെയ്യാൻ ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് ദൈവത്തിന്റെ മനസ്സിനെ വരെ ഇളക്കത്തക്ക തലത്തിൽ ആമേൻ ചില വെല്ലുവിളികൾ ഉയർന്നു കഴിഞ്ഞാൽ ആമേൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവകുഞ്ഞെ,
ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സ് ആമേൻ ഇളക്കാതെ ആമേൻ സൈലൻ്റായി പ്രാർത്ഥിച്ച് ചിലത് മുറുകെ പിടിക്കാൻ തയ്യാറായാൽ കർത്താവ് ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 10 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. 10 ബാധകൾ. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ഇത് പഠിപ്പിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അടുത്ത് നിങ്ങൾ താഴോട്ട് 1-2 കാര്യങ്ങൾ കൂടെ എഴുതണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ഉറപ്പായിട്ടും ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. 11-ാം അധ്യായം പുറപ്പാട് 11:1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 12-ാമത്തെ അധ്യായത്തിന് 36-ാമത്തെ വാക്യവും. രണ്ട്, ഉണങ്ങിയ നിലത്ത് കൂടി ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങി. പുറപ്പാട് 14 അതിൻ്റെ 21 മുതൽ 31 വരെ. വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടേയിരുന്നു. പതിമൂന്നാം അധ്യായം അതിൻ്റെ 21-22 വാക്യം. 15-ാം അധ്യായം അതിൻ്റെ 23. 15-ാം അധ്യായം അതിൻ്റെ 27. പതിനേഴാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെ. കനാൻ ദേശത്ത് അവർ എത്തിയപ്പോൾ മന്ന നിന്നുപോയി. അധ്യായം 16. 17-ന്റെ 8 മുതൽ 16 വരെ. മോശ 70 മൂപ്പന്മാരെ നിയമിച്ചു. പതിനേഴിന്റെ 8 മുതൽ 16 വരെ. ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 10 കൽപ്പനകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മോശ 40 ദിവസം പർവ്വതത്തിലായിരുന്നു. ഇരുപത്തിനാലിന്റെ 18. ഈ കാലത്ത്
തിരുനിവാസത്തിൻ്റെ നിർമ്മാണവും ആരാധനയും. ഈ കാലത്ത് തിരുനിവാസത്തിൻ്റെ നിർമ്മാണവും ആരാധനയും 25-31, 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ. ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ എന്നിവ മോശയ്ക്ക് ലഭിച്ചു. 31:18. ശ്രദ്ധിക്കണേ, കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച ജനം, കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച ജനം എഴുതണ്ട. ഈ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ അടുത്തായിരുന്നു, പർവ്വതത്തിൽ, സീനായി മലയിൽ. അപ്പോൾ ഈ പർവ്വതത്തിലായിരുന്നപ്പോൾ ജനം താഴ്വര എന്ത് ചെയ്യുന്നു? ആരാധിക്കുക. ഒറ്റ അടിയിൽ 3000-ഓളം പേര് മരിച്ചുപോയി. ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയതാ. 3000-ഓളം പേര്. ശ്രദ്ധിക്കണം. 32-ാം അധ്യായം. അന്ന് ഏകദേശം 3000 പേർ കൊല്ലപ്പെട്ടു. അന്ന് ഏകദേശം 3000 പേർ കൊല്ലപ്പെട്ടു. 32-ാം അധ്യായം 1-29. 32-ാം അധ്യായം 1 മുതൽ 29 വാക്യങ്ങൾ. അടുത്ത് 33:16. യഹോവയുടെ തേജസ് മോശയ്ക്ക് വെളിപ്പെട്ടു. അടുത്ത് ഇസ്രായേലിനോട് വീണ്ടും ഉടമ്പടി ചെയ്തു. 34:10 മുതൽ 27 വരെ. നാൽപ്പത് ദിവസം പർവ്വതത്തിൽ കഴിഞ്ഞ ശേഷം മൂടുപടം കൊണ്ട് മുഖം മൂടി മോശ. മുപ്പത്തിനാലിൻ്റെ 28 മുതൽ 35 വരെ. തുടർന്ന് സമാഗമന കൂടാരം
തുടർന്ന് സമാഗമന കൂടാരവും ഉപകരണങ്ങളും നിർമ്മിച്ചു. 35 അധ്യായങ്ങൾ 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ. 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ. മുപ്പത്തി മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ. പുറപ്പാടാണ്, എല്ലാം മാറിപ്പോകരുത്. സമാഗമന കൂടാരത്തിൽ വച്ച് യഹോവ മോശയോട് സംസാരിക്കുകയും യാഗങ്ങൾ, വഴിപാടുകൾ എന്നിവയെ കുറിച്ചുള്ള നിയമങ്ങളും നൽകുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 1 അധ്യായം മുതൽ 7 അധ്യായം വരെ. ഓക്കെ, അഹരോനെയും പുത്രിമാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തു. അധ്യായങ്ങൾ 8 9 അധ്യായങ്ങൾ. 8 9 അധ്യായങ്ങൾ. തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അധ്യായം 10 അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ആവർത്തന പുസ്തകം 1 മുതൽ 4 വരെയും 4 അധ്യായം അതിൻ്റെ 43 വാക്യവും. മോശയുടെ 2 പ്രഭാഷണം. ഹെഡിങ് എഴുതേണ്ടത് മോശ എന്ന പുരുഷൻ. സെൻട്രൽ ഹെഡിങ് അതിൻ്റെ താഴെ മോശ എന്ന പുരുഷൻ. ആവർത്തന പുസ്തകം 4 അധ്യായം അതിന് 44. 28 68. ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ജനത്തെ പ്രബോധിപ്പിക്കുന്നു. തുടർന്ന് മോശ ഒരു പാട്ടുപാടി. ആവർത്തനം 32. ഒടുവിലായി തൻ്റെ മരണത്തിന് മുൻപ്
ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. അധ്യായം 33. മോശ ഹെഡിങ്: മോശ ഒരു യഥാർത്ഥ നായകനായിരുന്നു. ഒന്ന്, മിസ്രൈമിൽ തനിക്ക് ലഭിച്ച പരിശീലനവും ജ്ഞാനവുമാണ്. മിസ്രൈമിൽ തനിക്ക് ലഭിച്ച പരിശീലനവും ജ്ഞാനവുമാണ്. പുതിയ നിയമത്തിൽ പ്രവർത്തിയുടെ പുസ്തകം 7:22 മുതൽ 37 വരെ. എബ്രായലേഖനം 11:23 മുതൽ 29 വരെ. സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും കടുത്ത പരീക്ഷ ആണ് നേരിട്ടത്. അടുത്ത് മടങ്ങിപ്പോകാൻ ഞാൻ അവരെ ഒരുക്കി. സംഖ്യാപുസ്തകം 14:4. മോശയ്ക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് കിട്ടി എവിടെ നിന്നറിയാമോ? ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി എവിടെ നിന്നറിയാമോ? പറയാം ആർക്കെങ്കിലും? ടീച്ചേഴ്സ്, മോശയ്ക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് കിട്ടി എവിടെ നിന്നാ? ടീച്ചേഴ്സ്, കുട്ടികൾക്കും പറയാം. ഞായറാഴ്ച ആകുമ്പോൾ നേരെ ഒരു ബുക്കും കൊണ്ടങ്ങ് പോകും. ബുക്ക് കൊണ്ടുപോകുന്ന ടീച്ചർമാർ കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ബുക്ക് കൊണ്ട് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പഠിപ്പിക്കാൻ പോകരുത്. വീട്ടിൽ ഇരുന്ന് പഠിച്ച് ബൈ ഹാർട്ടാക്കി കൊണ്ടുപോകണം. ഹലോ, ഏറ്റവും കൂടുതൽ മോശയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയ എവിടെ നിന്നാ? പ്രശ്നം ഉണ്ടായത് എവിടെ നിന്നാ? സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്. എഴുതിക്കോളൂ. സ്വന്തം കുടുംബ അംഗങ്ങൾ പോലും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട്. വർക്കൗട്ട് ആവട്ടെ. വർക്കൗട്ട് ആവട്ടെ. കുട്ടികൾ തകമ്പഞ്ഞങ്ങ് തകർക്കാൻ, കുട്ടികളൊക്കെ പിണ്ടായിരിക്കുകയാണ് ആൻറ്റി, അവരൊക്കെ തന്നെ. പുറപ്പാട് പുസ്തകം 32:1 മുതൽ 21 വരെ. സംഖ്യാപുസ്തകം 12:1. പക്ഷേ അവയിലെല്ലാം സൗമ്യനായി സ്നേഹിക്കാനും ക്ഷമിക്കാനും മോശ തയ്യാറായി. സംഖ്യാപുസ്തകം 14 അതിന്റെ 5 മുതൽ 9 വരെ. ഒൻപത് വരെയും
13 വാക്യവും 16:4. മോശ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുപോലെ പുതിയ നിയമത്തിൽ എബ്രായലേഖനം 11:27. മോശയുടെ സാന്ത്വനം 18 ആവർത്തനം 18:18. അപ്പോസ്തല പ്രവൃത്തി 3:22. അടുത്ത, ദൈവം മോശയ്ക്ക് നേരിൽ വെളിപ്പെട്ട്. ദൈവം മോശയ്ക്ക് നേരിൽ വെളിപ്പെട്ടു. വിളിച്ച് ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. പുറപ്പാട് 3:1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അടുത്ത, ദൈവഹിതം ജനത്തിന് അറിയിക്കേണ്ടതിനും പുറപ്പാട് പുസ്തകം 19:3 മുതൽ 7 വരെ. ഒരു ചെറിയ വാക്യം മുതൽ ഒരു അധ്യായം വരെ, ഒരു അധ്യായത്തോളം വലിപ്പമുള്ള 150 വാക്കുകൾ അതിനുണ്ട്. 3 പുസ്തകത്തിലാണ്. 1 സംഖ്യ, 2 ആവർത്തനം, 3 ലേവ്യ. ഈ 3 പുസ്തകത്തിനകത്തും ചെറിയ വാക്യം മുതൽ ഒരു അധ്യായം വരെ വലിപ്പമുള്ള വാക്കുകൾ ഉണ്ട്. അടുത്ത് പുറപ്പാട് 21-23 വരെയുള്ള അധ്യായങ്ങൾ. അടുത്ത് 40 വാക്കുകൾ ജനത്തിന് വിലയേറിയതായി തീർന്നതായി പറയപ്പെടുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായം മുതൽ 20-ാമത്തെ അധ്യായം വരെ. ഇരുപത് ഖണ്ഡിത വാക്കുകളും ആവർത്തന പുസ്തകം 12-ാം അധ്യായം മുതൽ 26-ാമത്തെ അധ്യായം വരെ.
90 മുതൽ 282 വരെയുള്ള 90 മുതൽ 282 വരെയുള്ള വിലയേറിയ ദൂതുകളും വാക്കുകളും സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകത്തിൽ കാണാം. പുറപ്പാട്, ലേവ്യ, സംഖ്യ 3 പുസ്തകങ്ങളിലും 200 മുതൽ 115 ഖണ്ഡിത വാക്കുകളുണ്ട്. ഗ്രന്ഥകാരൻ, എഴുത്തുകാരൻ മോശയാണ്. വേഗത്തിൽ കുറച്ച് വാക്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾ 1, 2, 3 എന്ന് എഴുതിക്കൊള്ളണം. ആവർത്തന പുസ്തകം 31:23, 31:23, 32:1 മുതൽ 43 വരെ, 33 1 മുതൽ 29 വരെ, 90 സങ്കീർത്തനം, പുറപ്പാട് പുസ്തകം 17:14, 10 കൽപ്പനകൾ, പുറപ്പാട് പുസ്തകം 24:12, 34:27, 3 യഹോവയുടെ വചനങ്ങൾ, പുറപ്പാട് പുസ്തകം 24:4 മുതൽ ചില വാക്യങ്ങൾ, 4 ന്യായപ്രമാണ പുസ്തകം, യോശുവ 8:31 മുതൽ 5 കൽപ്പനകളും ചട്ടങ്ങളും, എല്ലാം. ആവർത്തന പുസ്തകം 30:10, പുറപ്പാട് 34:27, 2 രാജാക്കന്മാർ 17:37, 6 നിയമങ്ങൾ, ആവർത്തനം 24:1, മാർക്കോസ് 10:4, 7 ഇസ്രായേൽ മക്കളുടെ മരുഭൂമി പ്രയാണം രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 33:2, 8 മോശയുടെ പാട്ട്, ആവർത്തനം 31:19 മുതൽ 22 വരെ. മത്തായി സുവിശേഷം 17:2, യോഹന്നാൻ 1:17.
യോഹന്നാൻ 1:17 മോശയുടെ മുഖം പ്രകാശിച്ചു. 2 കൊരിന്ത്യർ 3:13 മുതൽ 18 വരെ. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായ ദാസനായിരുന്നു. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായ ദാസനായിരുന്നു. എബ്രായ ലേഖനം 3:1 മുതൽ 19 വരെ. ക്രിസ്തുവോ അധികാരനായ പുത്രൻ. ക്രിസ്തുവോ അധികാരിയായ പുത്രൻ. ഇത്രയുമാണ് ഈ 5 പുസ്തകത്തിനകത്തുള്ള എഴുത്തുകളും വ്യാഖ്യാനങ്ങളും നിറയെ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്.